Dear friends, welcome to the Nerdscreen YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ESIC എക്സാമിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് സൈക്കോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ESICയുടെ ക്ലാസ്സുകൾക്ക് ഇനി ക്രാഷ് കോഴ്സിന് ഇനി ആരും ചേരാതിരിക്കണം നല്ലത്. കാരണം ഇനി ഒരു മാസം സമയമുള്ളൂ. ഇനി ചേർന്നാൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ ആവുന്നവർ മാത്രം ചേരുക, അല്ലാത്തവർ ചേരാതിരിക്കുക ഇനിയും കേട്ടോ. DME നഴ്സിംഗ് ഓഫീസറുടെ ക്ലാസ്സുകൾക്കും ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ ക്ലാസ്സുകൾക്കും JPHന്റെ ക്ലാസ്സുകൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. എയിംസിന്റെ ക്രാഷ് കോഴ്സ് ഈ ESIC എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ തുടങ്ങുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. An athlete who after every practice think about what they did well, what they did badly, why they did things the way they did, what they can do in the future to improve their performance is an example of 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കോൺക്രീറ്റ് തിങ്കിങ്, അബ്സ്ട്രാക്ട് തിങ്കിങ്, റിഫ്ലക്റ്റീവ് തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു ഹയർ മെന്റൽ പ്രോസസ് ആണ് കേട്ടോ. തിങ്കിങ് ഈസ് എ higher mental process. It is a reflection of external world. So it is a reflection of the external world from our internal representation. നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള പുറത്തേക്ക് കാണുന്ന ഒരു റിയാലിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇന്റേണൽ റെപ്രസെന്റേഷൻ മനസ്സിൽ ഊഹിച്ചെടുക്കുന്നതാണ് അല്ലെ. ഇറ്റ് ഈസ് എ പ്രോബ്ലം സോൾവിംഗ് ആക്ടിവിറ്റി. ഇറ്റ് ഈസ് എ മെന്റൽ പ്രോസസ്. ഇറ്റ് ഈസ് എ പ്രോബ്ലം സോൾവിംഗ് ആക്ടിവിറ്റി. ഗാരറ്റ് എന്ന് പറഞ്ഞ ആള് GARRET, ഗാരറ്റ് 1968 പറഞ്ഞത് തിങ്കിങ് ഇസ് എ ബിഹേവിയർ വിച്ച് ഈസ് ഓഫൺ ഇംപ്ലിസിറ്റ് ആൻഡ് ഹിഡൻ. ഇപ്പൊ ഗാരറ്റ് പറഞ്ഞത് തിങ്കിങ് ഹിഡൻ ആണ്, അതുപോലെ തന്നെ ഇംപ്ലിസിറ്റ് ആണ്. ഗ്ലൈമർ 1970 പറഞ്ഞത് പ്രോബ്ലം സോൾവിംഗ് പ്രോസസ് ആണെന്നാണ്. തിങ്കിങ് ഇസ് എ പ്രോബ്ലം സോൾവിംഗ് പ്രോസസ് ആണ്. ചിലപ്പോ ഇങ്ങനെ പിന്നെ ഡെഫിനിഷൻ തന്നിട്ട് ചോദിക്കാം ആരാണ് ഇത് ഈ ഡെഫിനിഷൻ എഴുതിയെന്ന് ചോദിക്കാം. അപ്പൊ ഇവിടെ use ideas or symbols, problem solving activity in which we use ideas or symbols in place of overt activity എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവിടെ കോൺക്രീറ്റ് തിങ്കിങ് എന്നുള്ളത് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ 3 വയസ്സുള്ള ഒരു കുട്ടി പുറം ലോകത്തെ കാണുന്നതാണ് കോൺക്രീറ്റ് തിങ്കിങ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ സിംപ്ലസ്റ്റ് ഫോം ഓഫ് തിങ്കിങ്. കോൺക്രീറ്റ് തിങ്കിങ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് തിങ്കിങ്. കോൺക്രീറ്റ് ഒബ്ജക്ട്, പെർസെപ്ഷൻ ഓഫ് എ കോൺക്രീറ്റ് ഒബ്ജക്ട്. ഇപ്പൊ ഒരു ആനയെ കണ്ടു, ഒരു എലിഫന്റിനെ കണ്ടു. എലിഫന്റ് ഹ്യൂജ് ആണ്, അതുപോലെ ബ്ലാക്ക് ആണ്, 2 കൊമ്പുണ്ട്. അതുപോലെ ഇപ്പം എഴുതാൻ പറയാണ്, നിങ്ങളുടെ ഫേവറേറ്റ് ഹീറോയെ കുറിച്ച് 4 വാക്ക് എഴുതാൻ പറയാ. അങ്ങനെയുള്ള നമ്മൾ കാണുന്നതാണ് കോൺക്രീറ്റ് തിങ്കിങ്. ഇറ്റ് ഇസ് എ സിംപ്ലസ്റ്റ് ഫോം ഓഫ് തിങ്കിങ്. അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ സുപ്പീരിയർ ടു പെർസെപ്ച്വൽ തിങ്കിങ്. കോൺക്രീറ്റ് തിങ്കിങ്ങിന്റെ മറ്റൊരു പേരാണ് പെർസെപ്ച്വൽ തിങ്കിങ്. കോൺക്രീറ്റ് തിങ്കിങ്ങിന്റെ മറ്റൊരു പേരാണ് പെർസെപ്ച്വൽ തിങ്കിങ്. അബ്സ്ട്രാക്ട് തിങ്കിങ്ങിന്റെ മറ്റൊരു പേരാണ് കൺസെപ്ച്വൽ തിങ്കിങ്. അബ്സ്ട്രാക്ട് തിങ്കിങ് അതർവൈസ് കൺസെപ്ച്വൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സുപ്പീരിയർ ടു കോൺക്രീറ്റ് തിങ്കിങ്. അപ്പോ it is a perceptual thinking involves using concepts and then ഉണ്ട് conceptual thinking എന്ന് പറയാം. concepts and language to solve, symbols to solve problem, symbols to solve problem. അതായത് നമ്മളിപ്പോ അബ്സ്ട്രാക്ട്, ഇപ്പൊ നമ്മളിപ്പോ സൈക്യാട്രിയിലൊക്കെ അബ്സ്ട്രാക്ട് തിങ്കിങ് പേഷ്യന്റിനെ അനലൈസ് ചെയ്യും. ഇപ്പൊ ഒരു കടങ്കഥ പഴഞ്ചൊല്ല് കൊടുക്കും, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്ന് കൊടുക്കും അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഐഡിയ പേഷ്യന്റ് ഉണ്ടാക്കുവാണ്. റിഫ്ലക്റ്റീവ് തിങ്കിങ് ആണ് ഇവിടെ ആൻസർ. റിഫ്ലക്റ്റീവ് തിങ്കിങ് അതായത് ഇപ്പൊ നമ്മളിപ്പം ഒരു അത്ലറ്റ്, PT ഉഷ പോലുള്ള ഒരാൾ ഓടുന്നു. അപ്പൊ എവരി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ചിന്തിക്കുകയാണ് എവിടെയാണ് തെറ്റ് വന്നത്. വാട്ട് ദേ ഡിഡ് ബാഡ്ലി ആൻഡ് വാട്ട് ദേ ഡിഡ് വെൽ. So why the things they did like that, and how to improve our future എന്നതിനെ പറ്റിയാണ് റിഫ്ലക്റ്റീവ് തിങ്കിങ്. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയേറ്റിംഗ് ന്യൂ ഐഡിയാസ്, ഓബ്ജക്ട്സ്, ദാറ്റ് ഈസ് ക്രിയേറ്റീവ് തിങ്കിങ്. ഇറ്റ് ഇൻവോൾവ്സ് ഇപ്പോ
സോൾവിങ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്, കമ്മ്യൂണിക്കേഷൻസ്, ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എല്ലാം ക്രിയേറ്റീവ് തിങ്കിങ്ങിനോട്. ക്രിട്ടിക്കൽ തിങ്കിങ് ആസ് എ നേഴ്സിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ക്രിട്ടിക്കൽ ഡിസിഷൻ എടുക്കുന്നതാണ്. സോ ഇറ്റ് ഇസ് എ ജഡ്ജ്മെന്റ്, ഇമ്മീഡിയറ്റ് ജഡ്ജ്മെന്റ്. ഇപ്പൊ ഒരു പേഷ്യന്റ് ഒരു ട്രയാജിൽ ഒരു നേഴ്സ് നിൽക്കുകയാണ്. അപ്പൊ ട്രയാജില് 5 പേഷ്യൻസ് ഉണ്ട്. അപ്പൊ 5 പേഷ്യൻസിൽ ഏതാണ് കൂടുതൽ പ്രയോറിറ്റൈസ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ അനലൈസ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ്, റീസൺ ജഡ്ജ്മെന്റ്സ് ആൻഡ് എക്സാമിനിങ് അസംഷൻസ്. വാട്ട് ഈസ് ഇന്റലിജൻസ്? ഇന്റലിജൻസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എബിലിറ്റി ടു തിങ്ക്, ലേൺ ഫ്രം എക്സ്പീരിയൻസ്, സോൾവ് പ്രോബ്ലംസ് ആൻഡ് അഡാപ്റ്റ് ന്യൂ സിറ്റുവേഷൻസ്. സോ വാട്ട് ഈസ് ഇന്റലിജൻസ്? Intelligence is the ability to think, learn from experience, solve problems and adapt new situations. So intelligence is an ability to think. ചിന്തിക്കാനുള്ള കഴിവ്. പഠിക്കുക, എക്സ്പീരിയൻസിൽ നിന്നും പഠിക്കുക. ലേൺ ഫ്രം എക്സ്പീരിയൻസ് ആൻഡ് സോൾവ് പ്രോബ്ലംസ് ആൻഡ് അഡാപ്റ്റ് ന്യൂ സിറ്റുവേഷൻസ്. അതാണ് ഇന്റലിജൻസ്. ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. സിമ്പിൾ ആണെന്ന് പറഞ്ഞൊരു കാര്യമില്ല, ക്വസ്റ്റ്യൻസ് വരാം. ഇനി മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലെയിനിങ് വാട്ട് മൂവ്സ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മൂവിങ് ആണ്. മൂവ്സ്, വാട്ട് മൂവ്സ്. ഓക്കെ, ബിഹേവിയർ. ദ ടേം മോട്ടിവേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ്. ലാറ്റിൻ വേർഡിൽ നിന്നാണ് മോട്ടിവേഷൻ വന്നത്. സോ ദാറ്റ് ഈസ് മൂവിയർ, MOVERE. എക്സാമിന് ചോദിക്കാം മൂവിയർ. മോട്ടിവേഷൻ ഏത് വേർഡിൽ നിന്നാണ് വന്നത്? MOVERE. അതിന് ഓപ്ഷൻ 4 ഓപ്ഷൻ ഉണ്ടാകാം. മൂവിയർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. മീൻസ് മൂവ്മെന്റ് ഓർ ആക്ടിവിറ്റി. ഈ മോട്ടിവേഷൻ തന്നെ ബയോളജിക്കൽ മോട്ടീവ്സ് ഉണ്ട്, അതുപോലെ സോഷ്യൽ മോട്ടീവ്സ് ഉണ്ട്. ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ. സോഷ്യൽ ഓർ പേഴ്സണൽ എന്ന് പറയാം കേട്ടോ. പേഴ്സണൽ ആയിരിക്കും കുറച്ച് നല്ലത്. സോ ബയോളജിക്കൽ ആൻഡ് പേഴ്സണൽ മോട്ടീവ്സ്. ബയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ്. ബയോളജിക്കൽ മോട്ടീവ് ദാറ്റ് ഈസ് ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ്. സോ പേഴ്സണൽ മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീഡ് ഫോർ അഫിലിയേഷൻ. അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. ദാറ്റ് ഈസ് അഫിലിയേഷൻ. മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. പവർ. അഫിലിയേഷൻ, പവർ, അച്ചീവ്മെന്റ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അഫിലിയേഷൻ, പവർ, അച്ചീവ്മെന്റ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ മോട്ടീവ് ആണ്. ബയോളജിക്കൽ മോട്ടീവ് ആണ് ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ്. പേഴ്സണൽ മോട്ടീവ്സ് ആണ് അഫിലിയേഷൻ, പവർ, അച്ചീവ്മെന്റ്. സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ ആയിരുന്നു ഇത്. വളരെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് സൈക്കോളജി. സൈക്കോളജിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പഠിക്കുക. എക്സാമിന് വേണ്ടി, ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. 9048392578 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ്.